വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരുപാട് വെറൈറ്റി ബിരിയാണികളൊക്കെ ഇന്ന് ലഭ്യമാണല്ലേ. ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് മുതൽ അത് കുക്ക് ചെയ്യുന്ന രീതികളിൽ വരെ ഒരുപാട് വ്യത്യസ്തതകൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ബീഫ് കിഴി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇനി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ആദ്യം തന്നെ കുറച്ച് സവാളയും കാഷ്യൂ നട്ട്സും ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം തുടരെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും കരിയാതെ ലൈറ്റ് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും സവാളയും എല്ലാം ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. സവാള വഴന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറ് വേവിക്കുന്നതിനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട, 6 ഗ്രാമ്പു, 5 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. വെള്ളം നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർക്കാം. 4-5 തവണ നന്നായി കഴുകിയെടുത്ത 1 കിലോ ബസ്മതി റൈസാണിത്. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, 4 പച്ചമുളക് ചതച്ചെടുത്തത് എന്നിവ കൂടെ ചേർക്കാം. അത്യാവശ്യം എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം ചേർത്തത്. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ 6 എണ്ണം വരെയൊക്കെ ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ്മെല്ലെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെല്ലെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നമ്മുടെ സവാളക്കൂട്ടിലേക്ക് നന്നായി വെന്ത് ചേരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ചേർക്കാം. ഇനി മസാലപ്പൊടികളുടെ റോസ്മെല്ലെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം.
മസാലകളുടെ റോസ്മെല്ലെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എന്നിവ ചേർത്ത് വേവിച്ച 1.25 കിലോ ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ഭാഗം വെന്ത ബീഫാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. മസാലക്കൂട്ടും ബീഫും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബീഫ് മസാല നന്നായൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് കൂടെ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് പോരാതെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിൽ കൂടുതലായിട്ടുള്ള ഗ്രേവിയെല്ലാം ഒന്ന് വറ്റി വരണം. ബീഫ് മസാല റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവാൻ വെച്ച ബസ്മതി റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത റൈസ് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ റൈസ് പൂർണ്ണമായിട്ട് തന്നെ വേവിച്ചാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ഓവർ കുക്ക് ആവാതെയും റൈസ് പൊട്ടിപ്പോവാതെയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചോറ് മുഴുവനായും കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് മസാലയിൽ കൂടുതലായിട്ടുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ഗ്രേവി മാത്രം വറ്റിച്ചെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ സമയത്ത് ബീഫ് നന്നായി വെന്ത് കിട്ടുകയും ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ റൈസും മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതുപോലൊരു വാഴയിലയിലാണ് ഞാനിത് ദം ചെയ്തെടുക്കുന്നത്. ഒന്ന് വാട്ടിയെടുത്ത വാഴയില ഇതുപോലൊരു ബൗളിലേക്ക് ഇറക്കി വയ്ക്കാം. ഇങ്ങനെ കിഴിയാക്കുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വാട്ടിയെടുക്കുന്നത്. ഒരുവിധം മൂപ്പെത്തിയ വാഴയില വേണം എടുക്കാനായിട്ട്. കുറച്ച് കട്ടിയില്ലാത്ത ഇലയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ ഇലയുടെ നടുവിലേക്ക് വാട്ടിയ ഒരു കഷ്ണം വാഴയില കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൽ നിന്നും കുറച്ച് ഈ ഇലയുടെ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഒരല്പം മല്ലിയില ഇതിൻ്റെ മേലെ ഒന്ന് വിതറാം. ഇനി ഗ്രേവിയോട് കൂടിയ ബീഫ് മസാല ഇതിൻ്റെ നടുവിലേക്ക് വയ്ക്കാം. അല്പം മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും ഇതിൻ്റെ മുകളിലേക്ക് വിതറാം. ഇതിനു മീതെ വീണ്ടും റൈസ് നിരത്താം. ഇതിനു മീതെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒന്ന് വിതറി കൊടുക്കാം. 1/2 ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഒരല്പം മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കാഷ്യൂ നട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വിതറാം. ഇനി ഈ വാഴയില ഒന്ന് കൂട്ടിക്കെട്ടി ഒരു കിഴിയാക്കി എടുക്കണം. കിഴി കൂടുതൽ ലൂസാക്കുകയോ ടൈറ്റാക്കുകയോ ചെയ്യരുത്. ഇതിപ്പോൾ ഒരു കിഴിയാക്കി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കിഴിയുടെ മുകൾ ഭാഗം കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇടിയപ്പച്ചെമ്പ് മൂടി വയ്ക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി ഒരു ഇടിയപ്പച്ചെമ്പോ സ്റ്റീമറോ അടുപ്പിൽ വെച്ച് നന്നായി ആവി വരുന്ന സമയത്ത് ഇതുപോലൊരു തട്ട് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കിഴി വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ്
നന്നായി ആവി കയറണം. ഇനി നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഈ കിഴി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റണം. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ടവൽ ചേർത്താണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ ആവി അടിച്ച് വാഴയിലയൊക്കെ വളരെ സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിതുപോലെ എടുത്ത് മാറ്റുന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ആദ്യത്തെ കിഴി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കിയ റൈസും ബീഫ് മസാലയും കൂടെ ഞാൻ മൊത്തത്തിൽ 4 കിഴിയായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ കിഴി തയ്യാറാക്കുന്ന സമയത്ത് റൈസും മസാലയും അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ കിഴി ബിരിയാണി ഇതാ തുറന്നിട്ടുണ്ട്. ഈ വാഴയില ഇങ്ങനെ തുറക്കുമ്പോൾ വരുന്ന നല്ലൊരു മണമുണ്ട്. വാഴയിലയുടെയും ബീഫ് മസാലയുടെയും പശു നെയ്യിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു സുഗന്ധമാണ്. ഇതാ ഈ റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു മസാലയും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. നമ്മൾ പലതരം ബിരിയാണി കഴിക്കാറുണ്ടെങ്കിലും ഈ ഒരു കിഴി ബിരിയാണിയുടെ ടേസ്റ്റ് വളരെ വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വൈകാതെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്